ഹലോ ഫ്രണ്ട്സ്, ഞാനും കിച്ചു അമ്മയും കൂടി ഇത്ര ഹാപ്പി ആയിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, താമരശ്ശേരിക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഇത്ര എക്സൈറ്റഡ് ആയത് ഇവന് കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ബസ് കയറണമെന്ന് ഓർമ്മ വെച്ചേരെ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എങ്ങാപ്പുഴ എത്തിയപ്പോൾ ചെറിയ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവനങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ താമരശ്ശേരിക്കാണ് പോകണത് കേട്ടോ. അപ്പോൾ താമരശ്ശേരി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തിയും മഴ നിന്നിട്ടുണ്ട്. ഞങ്ങൾ താമരശ്ശേരി എന്തിനാണ് പോകണമെന്നല്ലേ, ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു രഥയാത്ര നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ താമരശ്ശേരി ചുങ്കത്തായിരുന്നു അതിൻ്റെ എന്താ പറയുക, ആ രഥത്തെ വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ സംഘടനയിലെ ഒരുപാട് പേരും ഭക്തജനങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. ഇവന് ഉറങ്ങിയിട്ട് ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെ അവിടെ നിന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് കുട്ടികളും എന്താ പറയുക പ്രായമായവരും എല്ലാവരും തന്നെ ആ രഥഘോഷം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാമിയുടെ സന്ദേശം പ്ലക്കാർഡായിട്ടും പിന്നെ അങ്ങനെ എല്ലാവരും പ്ലക്കാർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ കയ്യിൽ. അപ്പോൾ എല്ലാവരും വരവേൽക്കാൻ വേണ്ടിയിട്ട് താലപ്പൊലിയും മറ്റേ വാദ്യഘോഷമേളങ്ങളോടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ എല്ലാവരും വരുന്നുണ്ടെന്ന് കണ്ടപ്പോഴേക്കും എല്ലാവരും മെല്ലെ ഇറങ്ങാൻ തുടങ്ങി. അതിലുണ്ടായിരുന്ന താലങ്ങളെല്ലാം കത്തിച്ച്, അപ്പോൾ സ്വാമീനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ താലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ കുറേ എന്താ പറയുക, ഓരോ കൾച്ചർ അടിസ്ഥാനത്തിലുള്ള വേഷങ്ങളും അതുപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഓരോ കുഞ്ഞുങ്ങളെയും കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായിപ്പോനെ. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു ഇത്. കുട്ടികൾ തന്നെ ഓരോ കൾച്ചറും ഒക്കെ വെച്ചിട്ടുള്ള വേഷവിധാനമായി. അപ്പോഴേക്കും ഇവൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും താളത്തിലുള്ള വിളക്കൊക്കെ കത്തിച്ചു മെല്ലെ മെല്ലെ റോട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അമ്മയും താലം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും മോനും കൂടി ഒരു പ്ലക്കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൂരെ രഥം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ റോട്ടിലേക്ക് എല്ലാവരും കൂടി ഇറങ്ങി തുടങ്ങി. അങ്ങനെ സ്വാമിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് കേട്ടോ ആ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളവർ. പിന്നെ യെല്ലോ കളർ സാരീസാണ് ലേഡീസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു. താമരശ്ശേരി ചുങ്കത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കുണ്ടായിരുന്നത്. ഇത് കൊയിലാണ്ടിയിൽ നിന്ന് വരിക ചെയ്യുന്നത്. അവിടെയുള്ളവരെല്ലാം സന്ദർശിച്ച് ആ രഥം ഇങ്ങോട്ട് താമരശ്ശേരിക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വെച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ മെല്ലെ ഇറങ്ങി തുടങ്ങിയത്. ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. അതാണ് രഥം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മെല്ലെ മെല്ലെ റോഡിലേക്ക് ഇറങ്ങാണ്. ഈ യെല്ലോ ഡ്രസ്സാണ് കേട്ടോ ഗേൾസ് എല്ലാവരും തന്നെ ആ സമിതിയിലുള്ളവരുടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. യെല്ലോയിഷ് കളറായിരുന്നു. പിന്നെ അല്ലാതെ കുറച്ച് പേര് സെറ്റ് സാരി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ എന്താ പറയുക ഫീൽ ചെയ്തിട്ടുണ്ട് സ്വാമീൻ്റെ അടുത്തുനിന്ന്. നമുക്ക് ജസ്റ്റ് ഞങ്ങൾ സമിതിയിലൊക്കെ പോയിട്ടുണ്ട് മുന്നേ. അവിടെ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക ഒരു സ്പിരിച്വൽ എനർജി ഫീൽ ചെയ്യും. അപ്പോൾ രഥമാണ് പുറകിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഘോഷയാത്രയായിട്ട് നടക്കുകയാണ്. താമരശ്ശേരി ചുങ്കം തൊട്ട് താമരശ്ശേരി പഴയ സ്റ്റാൻഡ് വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും മോനും അമ്മയും എല്ലാവരും കൂടി ആ ഘോഷയാത്രേൻ്റെ കൂടെ അങ്ങോട്ട് നടന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. ഈ ഘോഷയാത്രയിൽ കുട്ടികളും പ്രായമായവരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ശരീരവേദന എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും നോക്കാണ്ട് അതിന് വേണ്ടിയിട്ട് സമർപ്പിച്ചവർ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴി ഒരുപാട് എന്താ പറയുക ഒരുപാട് പേരെ കണ്ടു. എല്ലാവരും തന്നെ ഒരു ഭക്തിപൂർവ്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനോട് നടക്കാൻ പറഞ്ഞിട്ട് ഇവൻ നടക്കുന്നില്ല. അപ്പോൾ ഇവന് കാണാൻ വേണ്ടിയിട്ടേ നല്ല എക്സൈറ്റഡ് ആയി ഉള്ളിലേക്ക് നോക്കിയിട്ട് കാണുമായിരുന്നു അവന്. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി പഴയ സ്റ്റാൻഡിലെത്തി. ഇവിടെ കേട്ടോ സമാപനം. നമ്മളെ താമരശ്ശേരി സമിതിൻ്റെ രഥഘോഷയാത്ര സമാപനം ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ട് ആ രഥത്തിന് നമുക്ക് ദർശനം പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടൊക്കെ അവിടെയാണ് സമാപനം ഉണ്ടായിരുന്നത്. അവിടുന്ന് പായസവും മറ്റേ സ്വാമിയുടെ വിഭൂതി പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി എല്ലാവരും തന്നെ
ആ രഥത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് നമ്മളെ ബാക്കിലാണല്ലോ വന്നുകൊണ്ടിരുന്നത്, വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പരിപാടിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നതാണേ. കുട്ടികളൊക്കെ സ്വാമിയുടെ എന്താ പറയുക ഓരോ സന്ദേശം പ്ലക്കാർഡായിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് ഡ്രസ് ഇട്ടവരും സ്വാമീനെ സേവ ചെയ്യുന്നവരാണേ. ഒന്നും പ്രതീക്ഷിക്കാതെ സേവനത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രൊമോട്ട് ചെയ്ത ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ അവർ ഓരോരുത്തരുടെ ഓരോ വിശ്വാസം അനുസരിച്ച് ഭഗവാൻ. ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ രഥം വന്നിട്ടുണ്ട്. നല്ല അലങ്കരിച്ചിട്ടുള്ള രഥമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഒരു സ്പിരിച്വൽ എനർജി അവിടെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെ അതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാലോ എന്താ പറയുക ഘോഷയാത്രനെ ബാധിച്ചിട്ടില്ല കേട്ടോ മഴ. നമ്മളെല്ലാം കഴിഞ്ഞപ്പോഴേക്കിനാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രഥയാത്രയൊക്കെ കണ്ട് സ്വാമീനോട് പ്രാർത്ഥിച്ച് വിഭൂതിയും പ്രസാദവും ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്താ പറയുക സംതിങ് സ്പെഷ്യൽ, ജസ്റ്റ് എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഓം സായിറാം. സ്വാമീൻ്റെ ഉപാസിക്കാനുള്ള മന്ത്രത്തിൻ്റെ ഒക്കെ ഒരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സ്വാമീൻ്റെ പ്രസാദമായിട്ട് കിട്ടിയത്. ഇതാണ് വിഭൂതി. അപ്പം അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലെത്തുകയും ചെയ്തു കേട്ടോ.